ഹായ് ഫ്രണ്ട്സ്, ദീപ ഡൽഹി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ ഇന്ന് വ്യത്യസ്ത രീതിയിലാണ് ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇവിടെ ചിക്കൻ നാരങ്ങനീരും വിനാഗിരിയും ഒഴിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ കറിക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാനായി നമുക്ക് ഇതുപോലൊരു ചീഞ്ചട്ടി ഗ്യാസിൽ വയ്ക്കാം. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് 2 സ്പൂണോളം റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കാം. വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഒരു വലിയ തുണ്ട് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്ത് ഞാൻ വഴറ്റുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പച്ചമണം നല്ലതുപോലെ മാറട്ടെ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 6-7 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്. നല്ലതുപോലെ പച്ചമണം മാറ്റിയെടുക്കാം. ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം 2 സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇടാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. 1 സ്പൂണോളം ഞാൻ അതിലോട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 4-5 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം പച്ചമണം മാറി വന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. ആ വറുത്ത മസാലയൊക്കെ നമ്മൾ നല്ലതുപോലെ പേസ്റ്റാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനായി അടികട്ടിയുള്ള ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ആ അരച്ച മസാലകളൊക്കെ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയിലുള്ളത് കൂടെ നമുക്ക് അലമ്പി ഒഴിക്കാം. ഇനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൈകൊണ്ട് തന്നെ ഞാൻ യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ വരെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് മാത്രം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി. നല്ലതുപോലെ മസാല പിടിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ട് ഒരു 12 വലിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടത്തരമാണ്. അത് നീളത്തിൽ അരിഞ്ഞു കൊണ്ടുവരാം. അതുപോലെ 2 തക്കാളി കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തക്കാളിയും നീളത്തിൽ അരിഞ്ഞു കൊണ്ടുവരാം. മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ വേറെ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റാനായി കടായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലതുപോലെ തിളക്കട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കാം. ഇനി 2 തക്കാളി കൂടെ നമുക്ക് നീളത്തിൽ മുറിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായി തിളച്ച് വരാൻ തുടങ്ങി. ആ ചിക്കൻ നല്ലതുപോലെ തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഒരുവിധം തന്നെ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കാം. ചിക്കൻ തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലതുപോലെ തന്നെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം 2 തക്കാളി കൂടെ നമുക്കതിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് വരാനായി നമുക്ക് അടച്ച് വേവിക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ നമ്മൾ ആദ്യം ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ചിക്കനിൽ ഇപ്പോൾ നല്ലതുപോലെ പിടിച്ച് കാണും.
ഇനി ചിക്കൻ വേവിക്കാൻ വെച്ച പാത്രം ഇങ്ങോട്ട് വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ വേവാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ഉള്ളിയും ഒക്കെ വഴറ്റിയത് അതിലോട്ട് ഇട്ട് കൊടുത്ത് ആ ചിക്കനിലോട്ട് യോജിപ്പിക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ വേവാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് ഡക്കൺ തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് ചിക്കനെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. വേണമെങ്കിൽ നമുക്ക് വെള്ളം വറ്റിക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു ഹൈപ്പ് കൂടെ തരാനും മറക്കരുത് കൂട്ടുകാരെ.